I want all your undivided attention, please. Go on. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യ. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 6 വയസ്സ് വരെ വളർന്നതും 1ാം ക്ലാസ് വരെ പഠിച്ചതും എൻ്റെ ജന്മനാടായ കേരളത്തിലാണ്. എൻ്റെ ജന്മനാടായ കേരളം, അവിടുത്തെ ഭാഷയായ മലയാളം, എൻ്റെ ഓർമ്മയിൽ മനോഹരമായ ഒരു നദിയാണ്. കേരളം ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. അറബിക്കടലിന്റെ ചേർന്ന് സഹിസാരവിന്റെ മടിത്തട്ട് വിടർന്ന് കിടക്കുന്ന ഒരു ചെറിയ പച്ചത്തുരുത്ത്. മലകളും കാടുകളും വയലുകളും നദികളും അരുവികളും എല്ലാം ഉള്ള ദൈവം അനുഗ്രഹിച്ച ഒരു നാടാണ്. അവിടുത്തെ മഴ നിറഞ്ഞ മൺസൂൺ കാലം, ചക്കയും മാങ്ങയുമുള്ള വേനൽക്കാലം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. കേരളം ഒത്തിരിയും ചരിത്രവും സംസ്കാരവും ഉള്ള ഒരു നാടാണ്. പണ്ട് കാലം തൊട്ട് തന്നെ, അതായത് ക്രിസ്തുവിന് മുന്നേ തന്നെ, ചൈനക്കാരും അറബികളും ജൂതന്മാരും കച്ചവടത്തിനായി കേരളത്തിൽ വന്നിരുന്നു. അന്ന് കേരളം മലബാർ എന്നറിയപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ സഭയുടെ പേരിലുള്ള മലങ്കര ഉണ്ടായത് തന്നെ. ലോകത്തിലെ എല്ലാ മതവിശ്വാസങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും അവിടുത്തെ ഭാഷയായ മലയാളത്തെ മേന്മയുള്ളതാക്കി മാറ്റുന്നു. മലയാളം സംസാരിക്കുന്നതും കേൾക്കുന്നതും സംഗീതം പോലെ മധുരമുള്ളതാണ്. ഞാൻ അമ്മയെന്ന് ആദ്യമായിട്ട് വിളിച്ചതും ആദ്യമായിട്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞതും അമ്മ എനിക്ക് കഥകൾ പറഞ്ഞു തന്നതും എല്ലാം മലയാളത്തിലാണ്. ലോകത്തിലെ എവിടെ പോയി ജീവിച്ചാലും ഏതൊക്കെ ഭാഷകൾ പഠിച്ചാലും എൻ്റെ ജീവശ്വാസം പോലെ എൻ്റെ കേരളവും എൻ്റെ മലയാളവും എന്നോടൊപ്പം ഉണ്ടാകും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ചൊല്ലിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല. അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്. മണ്ണ് എന്നൊരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. നന്ദി.